Welcome back to my channel Roshni's Miracle Garden. Kerala Posters Circle Kerapex 14ാമത്തെ ഫിലാറ്റലിക് എക്സിബിഷൻ നവംബർ 26 മുതൽ 29 വരെ തിരുവനന്തപുരത്ത് നടത്തപ്പെടുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഈ പ്രാവശ്യം മഹാത്മാഗാന്ധിയാണ് തീം. എന്താണ് ഫിലാറ്റലിക് എക്സിബിഷൻ എന്നല്ലേ? ഇന്ന് നമ്മോട് കൂടെ ഒരു ഫിലാറ്റലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുകയും കൂടുതൽ വിവരങ്ങൾ ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ കളക്ഷൻസ് കാണുകയും ചെയ്യാം. ഇത് നമ്മുടെ അരവിന്ദ് കുമാർ പൈ സർ, ഫിലാറ്റലിസ്റ്റ് ആണ്. സാറിനോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. ഹായ് സർ, വെൽക്കം ടു അവർ ഷോ. ഹായ്. എന്താണ് ഫിലാറ്റലിസ്റ്റ്? ഫിലാറ്റലി എന്ന് വെച്ചാൽ സ്റ്റാമ്പ് ശേഖരിക്കുന്നതും സ്റ്റാമ്പുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതുമാണ് ഫിലാറ്റലി. സർ, ഫിലാറ്റലി കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തെല്ലാമാണ്? ഫിലാറ്റലി കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഫിലാറ്റലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോജനം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയിലെ നോളജ് വാല്യൂ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത്. നോളജ് വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന നോളജിൻ്റെ അപ്പുറത്തൊരു നോളജ് സ്റ്റാമ്പിൽ അടങ്ങി ഇരുന്നേക്കാം. അതിനകത്ത് ഒരു രാജ്യം ഒരു സ്റ്റാമ്പ് ഇറക്കി കഴിയുമ്പോൾ അത് എന്തിനു വേണ്ടി ഇറക്കുന്നു, അതിൻ്റെ ഡിനോമിനേഷൻ വാല്യൂ, അത് എത്രമാത്രം ക്വാണ്ടിറ്റിയിലാണ് ഇറക്കിയിട്ടുള്ളത്, അതിൻ്റെ ഡിനോമിനേഷൻസ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരു സ്റ്റാമ്പ് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു രാജ്യം സ്റ്റാമ്പ് ഇറക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതാണ് ശരിക്കും ഒരു ഫിലാറ്റലിസ്റ്റിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ദൗത്യം എന്നുള്ളത്. അത് കൂടാണ്ട് ഫിലാറ്റലിസ്റ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ഒരാൾക്ക് മറ്റുള്ളവരെക്കാളും പേഷ്യൻസ് കൂടുതലായിരിക്കും. ഒരു അന്വേഷണ ത്വര ഉണ്ടാവും, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിവ് അന്വേഷിച്ച് കണ്ടെത്താനുള്ള മനോഭാവം. അതിനേക്കാൾ ഉപരി കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടു പോകുന്ന ഒരു സമൂഹം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ എതിരെ ഒരു ബദലായിട്ട് നിൽക്കാൻ ചിലപ്പോൾ ഫിലാറ്റലിക്ക് പറ്റും. ഒരു നല്ലൊരു ഹോബി ഇല്ലാത്തതുകൊണ്ടാവാം സ്റ്റാമ്പ് ശേഖരണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോബി ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു കുട്ടിക്ക് ഇതിൽ നിന്നൊക്കെ മാറി നല്ലൊരു ജീവിതം, ഒരു ബെറ്റർ പേഴ്സണായിട്ട് ജീവിക്കാനുള്ളൊരു മനോഭാവം ആ കുട്ടിയിലുണ്ടാവും. സർ, ഒരു ഫിലാറ്റലിസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഒരു ഫിലാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റാമ്പിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്റ്റാമ്പിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന വ്യക്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാമ്പിനെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കും. സ്റ്റാമ്പിനെക്കുറിച്ച് അറിയാനെന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്റ്റാമ്പ് ഇറക്കിയ ഡീറ്റെയിൽസും അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഇറക്കിയെന്ന ഡീറ്റെയിൽസും, ഇനി അതിനകത്ത് വല്ല എറർ വന്നോ അതിനെക്കുറിച്ചുള്ള റീസർച്ചൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും ഫിലാറ്റലിസ്റ്റ്. അപ്പോൾ സ്വാഭാവികമായ ഒരു സ്റ്റാമ്പ് ഇറക്കുമ്പോൾ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു സ്റ്റാമ്പ് ഇറക്കുമ്പോൾ ഒരു എറർ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യാൻ നോക്കുന്നു. അതിൻ്റെ ബ്രൗഷേഴ്സ് ഇറക്കുന്നു, അത് കുറച്ച് ക്ലോസ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ നോക്കുന്നു. ഇതൊക്കെയാണ് ആക്ച്വലി സ്റ്റാമ്പ് ഒരു പേപ്പർ പീസല്ല, മറിച്ച് ഒരു നോളജ് ബാങ്കായിട്ട് കണ്ടുകൊണ്ട് ഒരു റിസർച്ചറിൻ്റെ റോളാണ് ശരിക്കും ഒരു ഫിലാറ്റലിസ്റ്റിനുള്ളത്. ഏതൊക്കെ തരത്തിലാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഫിലാറ്റലിസ്റ്റിനെ സഹായിക്കുന്നത്? പോസ്റ്റൽ വകുപ്പ് ഫിലാറ്റലിസ്റ്റുകളുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. ശരിക്കും ഒരു ഫിലാറ്റലിസ്റ്റിന് ആവശ്യമായ സ്റ്റാമ്പുകൾ നമ്മൾ സാധാരണ പോസ്റ്റ് കവറിൽ കിട്ടുന്ന സ്റ്റാമ്പ് കൂടാണ്ട് കോമമറേറ്റീവ് സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞ് സ്പെഷ്യൽ സ്റ്റാമ്പ്സ് ഇറങ്ങും. ഒരു പേഴ്സണാലിറ്റിയുടെ റിലവൻസിന് വേണ്ടിയിട്ടോ സംഭവത്തിൻ്റെ റിലവൻസിൻ്റെ ബേസിൽ ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഒരുക്കുന്നത് പോസ്റ്റൽ വകുപ്പിൻ്റെ കീഴിലുള്ള ഫിലാറ്റലിക് ബ്യൂറോസാണ്. ഒരു സ്റ്റാമ്പ് കളക്ടറിന് ഫിലാറ്റലിക് ബ്യൂറോയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാ സ്റ്റാമ്പുകളും ശേഖരിക്കാനുള്ള അവസരം കിട്ടുന്നത്. അതുകൂടാണ്ട് പല രീതിയിലുള്ള എക്സിബിഷൻസ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്നെപ്പോലൊരു ഫിലാറ്റലിസ്റ്റ്, ഞാൻ 11 ദേശീയ അന്തർദേശീയ റെക്കോർഡുകൾ നേടിയ വ്യക്തിയാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ കേരളത്തിൽ നിന്ന് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. 3 റെക്കോർഡ് ബുക്കിൽ ഒരേ കൊല്ലം കയറിയ ഒരു വ്യക്തി എന്ന രീതിയിൽ എന്നെ പോസ്റ്റൽ വകുപ്പ് ഒരുപാട് രീതിയിൽ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. എൻ്റെ കുറേ സേവനം പോസ്റ്റൽ വകുപ്പും യൂസ് ചെയ്യാറുണ്ട്. പല സ്കൂളുകളിലും ഒരു മെൻറ്റർ എന്ന രീതിയിൽ ക്ലാസ് എടുത്ത് കുട്ടികളെ ഫിലാറ്റലിയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഒരു അവസരം പോസ്റ്റൽ വകുപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫിലാറ്റലിസ്റ്റിനെയും അവരുടെ കഴിവുകൾക്കനുസരിച്ച് വളരാനും അതേപോലെ നമ്മളിലുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും എല്ലാ പോസിബിളായിട്ടുള്ള കാര്യങ്ങളും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാറുണ്ട്. ഫിലാറ്റലിയും സ്റ്റാമ്പ് കളക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സർ? നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാമ്പ് കളക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സ്റ്റാമ്പുകളൊക്കെ
കളക്ട് ചെയ്യുക, ശേഖരിക്കുക, എന്നിട്ട് എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക. തോന്നിയ രീതിയിലൊക്കെ കളക്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് അഭിരുചിയോടുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഒരു രസത്തിന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കളക്ട് ചെയ്യുന്നതായിരിക്കും. അത് ഒരു സീരിയസ് കാര്യമല്ല. പക്ഷേ ഫിലാറ്റലി എന്ന് പറഞ്ഞാൽ ഇത്തിരി സീരിയസ് കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു ഫിലാറ്റലിസ്റ്റ് ചെയ്യുന്നത് ഫിലാറ്റലിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റാമ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ മനസ്സിലാക്കും. ആ മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽ സ്കാൻ ചെയ്യുന്നു, ഇൻസ്പെക്റ്റ് ചെയ്യുന്നു, അതിനെ ഒബ്സർവ് ചെയ്യുന്നു, എന്നിട്ട് കുറേ കൺക്ലൂഷൻസിലേക്ക് എത്തിച്ചേരുവാണ് ചെയ്യുന്നത്. അപ്പോൾ എൻഡ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഫിലാറ്റലിസ്റ്റിൻ്റെ നോളജാണ്. നേരെ മറിച്ച് ഒരു സ്റ്റാമ്പ് കളക്ടറിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ചിലപ്പോൾ എൻജോയ്മെൻറ്റ് മാത്രമായിരിക്കാം. ബട്ട് ഒരു ഫിലാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു സീരിയസ് ടേമാണ്. ഫിലാറ്റലി ഒരു സീരിയസ് ടേമാണ്. ഫിലാറ്റലിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു നോളജ് കിട്ടുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടി പല സ്ഥലത്ത് നമുക്ക് ഇൻഫർമേഷൻ വേണ്ടി വരും. ചിലപ്പോൾ മറ്റു ഫിലാറ്റലിസ്റ്റുമായിട്ട് ചിലപ്പോൾ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാം ഇറ്റ്സ് എ സീരിയസ് തിങ്. വേറെ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് വെച്ചാൽ ഒരു അത്ര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ല. സർ, ഇന്നത്തെ കാലഘട്ടത്തിൽ സ്റ്റാമ്പ് കളക്ഷന് താല്പര്യമുള്ളവർ ഉണ്ടോ? തീർച്ചയായും. ഞാൻ ഇപ്പോഴും യൂത്താണ്. എന്നെപ്പോലൊരു യൂത്തിന് സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവർക്കും പറ്റും. ശരിക്കും പലരും പറയാറുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ താല്പര്യം കുറഞ്ഞു വരുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു യൂത്ത് ആണ്. ഈ യങ്സ്ഥാനിലെ മെമ്പറാണ് ഞാൻ. ഇന്ത്യയിലെ യങ്സ്ഥാനിലെ മെമ്പറാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഒപ്പം മറ്റ് കുറേ യൂത്ത് ഫ്രണ്ട്സുണ്ട് ഹു ലൈക്ക് സ്റ്റാമ്പ്സ്, ഇഷ്ടപ്പെടുന്നവർ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ. അപ്പോൾ ഐ ബിലീവ് സ്റ്റാമ്പ് കളക്ഷൻ ഓഫ് ഫിലാറ്റലി ഈസ് എ ലൈവ് കോൺസെപ്റ്റ് ഈവൻ നൗ. യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെ ഉള്ള സംഘടനകൾ സ്റ്റാമ്പ് കളക്ഷനെ ഇപ്പോഴും പറയുന്നത് ദ കിങ് എമംഗ് ഹോബീസ് ആൻഡ് ഹോബീസ് എമംഗ് കിങ്സ്. അത് പറയാനും കാര്യം എന്തെന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏർപ്പെടുന്ന ഒരു വിനോദമാണ് ഇപ്പോഴും സ്റ്റാമ്പ് ശേഖരണം. സർ, സ്റ്റാമ്പ് കളക്ഷൻ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? അതെ, സ്റ്റാമ്പ് കളക്ഷൻ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ സ്റ്റാമ്പിൻ്റെ ഒരു പ്രത്യേകത സ്വർണത്തെ പോലെയാണ്. ഒരിക്കലും അതിൻ്റെ വില താഴോട്ട് അങ്ങോട്ട് പോവാറില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാമ്പ് കളക്ട് ചെയ്യുമ്പോൾ സ്റ്റാമ്പിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെയറിറ്റീസ്, ഏറ്റവും അപൂർവങ്ങളായ സ്റ്റാമ്പുകൾ ചിലപ്പോൾ നമുക്ക് കൈവശം വയ്ക്കാൻ പറ്റിയെങ്കിൽ അതൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. എല്ലാ സ്റ്റാമ്പും ഒന്നും പറയുന്നില്ല, പക്ഷേ ഭൂരിപക്ഷം വരുന്ന സ്റ്റാമ്പുകളും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ഉള്ളതാണ്. ഒരിക്കലും അതിൻ്റെ മൂല്യം താഴോട്ടല്ല വരുന്നത്, ഇന്നും മുകളിലേക്കാണ് പോകുന്നത്. അതുകൂടാണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്റ്റാമ്പ് ശേഖരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൂടിയും കുറേ പേരൊക്കെ മറ്റുള്ളവരോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഒരു ഫിലാറ്റലിസ്റ്റിന് സ്വന്തം സ്ട്രെങ്ത് ഏരിയ മനസ്സിലാക്കി ഏതെല്ലാം സ്റ്റാമ്പുകളാണ് തനിക്ക് നമ്മുടെ താല്പര്യാർത്ഥം കളക്ട് ചെയ്യാൻ പറ്റുന്നത്, അതിലേതൊക്കെ റെയർ എന്നാണെന്ന് മനസ്സിലാക്കി കാറ്റഗറൈസ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മൂല്യം നമുക്ക് സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റും. ഭാവിയിൽ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ നമുക്ക് അതിനകത്ത് നേടാനും സാധിക്കും. ഒരു ഫിലാറ്റലിസ്റ്റ് എക്സൈറ്റഡ് ആവുന്നത് ഏത് തരം സ്റ്റാമ്പുകൾ കിട്ടുമ്പോഴാണ്? അത് ഓരോ ഫിലാറ്റലിസ്റ്റിനെയും ഇൻട്രസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഒരു ഫിലാറ്റലിസ്റ്റിന് ഇഷ്ടമുള്ള കാര്യം ചിലപ്പോൾ വേറൊരു ഫിലാറ്റലിസ്റ്റിന് ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ ഓരോ ഫിലാറ്റലിസ്റ്റിനും ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്നു. അതാണ് സാധാരണ ചെയ്യാറുള്ളത്. ചില ഫിലാറ്റലിസ്റ്റുകളായിക്കോട്ടെ അവർക്ക് സ്റ്റാമ്പിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഫിലാറ്റലിസ്റ്റ് ആയവരുണ്ട്. മറ്റു ചിലരായിക്കോട്ടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തീമിനെ ബേസ് ചെയ്തിട്ട് കളക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് റെയറായിട്ട് എന്തെങ്കിലും കിട്ടുമ്പോൾ അവർ ത്രിൽഡായി പോകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തീമിൻ്റെ കളക്ഷൻ കംപ്ലീറ്റ് ആൻഡ് കോംപ്രിഹെൻസീവ് ആക്കുമ്പോഴത്തേക്കും ആ സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് ത്രിൽഡ് ആൻഡ് ഓവർജോയ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ദേ വിൽ ബി ഡിലൈറ്റഡ്. എങ്ങനെ ഒരു ഫിലാറ്റലിസ്റ്റ് ആവാം? ഒരു ഫിലാറ്റലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഇത്തിരി പേഷ്യൻസാണ്. ഒരു ഫിലാറ്റലിസ്റ്റിൻ്റെ ബേസിക് ക്വാളിറ്റി പേഷ്യൻസാണ്. കൂടുതൽ കാര്യം മനസ്സിലാക്കാനുള്ള ഓപ്പൺ മൈൻഡ്നെസ്. ഒരു സ്റ്റാമ്പിനെ അടുത്തറിയാനും ആ സ്റ്റാമ്പിനെ സ്നേഹിക്കാനും ഉള്ള മനോഭാവമുള്ള ഏതൊരു വ്യക്തിക്കും ഏതൊരു കുട്ടിക്കും ഒരു ഫിലാറ്റലിസ്റ്റ് ആവാം. സർ, ഒരു ഫിലാറ്റലിസ്റ്റ് ആവാൻ സ്റ്റാമ്പ് കളക്ഷൻ നിർബന്ധമാണോ?
ഒരു ഫിലാറ്റലിസ്റ്റ് ആവാൻ ഒരിക്കലും സ്റ്റാമ്പ് കളക്ടർ ആവണമെന്ന് നിർബന്ധമില്ല. കാര്യമെന്ന് വെച്ചാൽ സ്റ്റാമ്പ് കളക്ട് ചെയ്യാണ്ട് തന്നെ സ്റ്റാമ്പിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്ക് ഫിലാറ്റലിസ്റ്റ് ആവാം. പക്ഷേ അതിന് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പേഷ്യൻസ് ഉണ്ടാവണം. അതുകൂടാണ്ടൊരു തിങ്കിങ് ലെവലിൽ കുറച്ച് ഡീപ്പായിരിക്കണം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ബേസിക്കലി ഒരു ഫിലാറ്റലിസ്റ്റിന് വേണ്ട കാര്യങ്ങൾ. സ്റ്റാമ്പ് കളക്ടർ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കോൺസെപ്റ്റാണ്. ആർക്കും ഒരു സ്റ്റാമ്പ് കളക്ടറാണെന്ന് പറയാം. ഒരു കുട്ടി LKG പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് നമ്മൾ, മോൻ സ്റ്റാമ്പ് കളക്ടർ ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റാമ്പ് കളക്ടറാണെന്ന് പറയും. കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റാമ്പ്സ് ഉണ്ടാവും, അവനവൻ്റെ ഇഷ്ടത്തിന് ചിലപ്പോൾ കളക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും. ഹീ ഈസ് എ സ്റ്റാമ്പ് കളക്ടർ. ഫിലാറ്റലിസ്റ്റ് ഈസ് എ മച്ച് മോർ ഡീപ്പ് തിങ് ദാറ്റ് you can't compare with stamp collection. So ഫിലാറ്റലിസ്റ്റ് എപ്പോഴും ഡീപ്പ് നോളജുള്ള വ്യക്തിയായിരിക്കും. ഡീപ്പായിട്ട് കയറി ഇറങ്ങി കൂടുതൽ കാര്യങ്ങൾ സ്റ്റാമ്പിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. ഫിലാറ്റലിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യുന്ന മൊബൈൽ ആപ്പുകളുണ്ടോ സർ? ഉണ്ട്. ഒരുപാടധികം ആപ്പുകൾ ഫിലാറ്റലിയെ സപ്പോർട്ട് ചെയ്യുന്ന ആപ്പുകളുണ്ട്. അതിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന 2 എണ്ണം, ഒന്ന് ഗുജറാത്ത് ഫിലാറ്റലിക് അസോസിയേഷൻ്റെ ഒരു ആപ്പുണ്ട്, ഫിലാറ്റലി റെഡി റെക്കണർ എന്ന് പറഞ്ഞൊരു വളരെ നല്ലൊരു ആപ്പാണ്. ഈവൻ ഒരു ബിഗിനറിന് വേണമെങ്കിൽ പോയി കയറി ചെന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാണ്ട് ഇന്ത്യൻ ഫിലാറ്റലിക് ഡൈജസ്റ്റ്, കുറേ അധികം അപ്ഡേറ്റ്സ് കിട്ടുന്ന ഒരു ആപ്പാണ്. ഈ 2 ആപ്പുകളാണ് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യാറുള്ളത്. അതുകൂടാണ്ട് അനവധി ആപ്പുകളുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് വെളിയിലുമായിട്ട് ഒരുപാടധികം ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഫിലാറ്റലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഫിലാറ്റലിസ്റ്റ് ആവുമ്പോൾ സ്റ്റാമ്പുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഫിലാറ്റലിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കേരളീയർക്ക് എല്ലാവർക്കും സുപരിചിതയായ അൽഫോൻസാമയുടെ സ്റ്റാമ്പ് ഇറക്കുകയുണ്ടായി. ഇറക്കുമ്പോൾ ആ സമയത്ത് അതിനകത്തൊരു വേർഡ് ഉണ്ടായിരുന്നു, കാനനൈസേഷൻ. CANONIZATIO എന്നാണ് കറക്റ്റ് സ്പെല്ലിങ്. അതിൻ്റെ അർത്ഥം വരുന്നത് ഒരു വ്യക്തിയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങിനെയാണ് കാനനൈസേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റാമ്പ് വന്ന് ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് എന്നറിയാൻ പറ്റി. പിന്നെ കുറേയധികം പേരത് കളക്റ്റും ചെയ്തു. പക്ഷേ ഈ കളക്ട് ചെയ്ത ആൾക്കാർ ഇതിനകത്ത് ശ്രദ്ധിച്ചു എന്നുണ്ടെങ്കിൽ കാനനൈസേഷൻ്റെ സ്പെല്ലിങ്ങിൽ ഒരു N കൂടുതലായിരുന്നു. ഇതൊരു മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ളൊരു ഡീറ്റെയിലാണ്. അതേപോലെ ചില സ്റ്റാമ്പുകളൊക്കെ ഇറക്കുമ്പോൾ കളറിൻ്റെ ഡിഫറൻസ് വന്നേക്കാം. ചില സ്റ്റാമ്പുകൾ ഇറക്കുമ്പോൾ എറേഴ്സ് വന്നേക്കാം. ചിലപ്പോൾ അതിൻ്റെ പ്രിഫറേഷൻ ഇങ്ങോട്ടോ മാറിപ്പോയേക്കാം. അപ്പോൾ അതേപോലെയുള്ള മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുന്ന ആളാണ് ഫിലാറ്റലിസ്റ്റ്. അപ്പോൾ അദ്ദേഹം ഒരു 360 ഡിഗ്രി സ്കാനിങ് ചെയ്തിട്ട് വേണം ഒരു ഫിലാറ്റലിസ്റ്റ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ. സോ ഇറ്റ്സ് എ ടൈംലി പ്രോസസ്, റിക്വയർസ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്. ഫിലാറ്റലിയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് സാറിൻ്റെ ഒരു മെസ്സേജ്? പുതുതായിട്ട് ഫിലാറ്റലി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് വേണ്ടി എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നമ്മുടെ ഫിലാറ്റലിസ്റ്റുകൾ പല രീതിയിലുള്ള കളക്ഷനിൽ ഇൻവോൾവ് ആണ്. നമ്മൾ അവരെ നോക്കി പഠിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അവരെ പോലെ ആവാൻ നമ്മൾ പഠിക്കരുത് ഒരിക്കലും. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണോ അത് മനസ്സിലാക്കി അതിൽ നമുക്ക് എങ്ങനെ എക്സൽ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയാൽ എനിക്ക് തോന്നുന്നു എല്ലാ പുതുതായിട്ട് വരുന്ന ഫിലാറ്റലിസ്റ്റുകൾക്കും അതൊരു ജോയബിൾ മെമ്മറബിൾ എക്സ്പീരിയൻസ് ആവാൻ പറ്റും. ഒരിക്കലും നമ്മൾ അനാവശ്യമായ ഒരു കമ്പാരിസണിലേക്കോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരാൾ എന്തെങ്കിലും നന്നായിട്ട് ചെയ്യണം, എനിക്ക് അയാളെ പോലെ ആവണം, അത് തന്നെ ചെയ്ത് നന്നാവണം എന്ന് ഓർത്തിട്ട് നമ്മൾ ചെയ്യരുത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് നമ്മുടെ പ്രോഗ്രസ്സിനെയാണ് ഹിൻഡർ ചെയ്യുന്നത്. നേരെ മറിച്ച് നമുക്കൊരു പുതിയ ഒരു ടോപ്പിക്ക് ഫിലാറ്റലിയിൽ മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കുക, അതിലെന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന നോളജ് അതൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ ഡിസ്പ്ലേ ഒരു എക്സിബിഷൻ നടത്തി കൂടുതൽ സ്റ്റാമ്പിനെ കുറിച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടാവും. ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലും കൂടുതലായിരിക്കും. സർ, കേരാപെക്സിനെ പറ്റി 2 വാക്ക്. ആദ്യമേ തന്നെ നവംബർ 26 നടക്കുന്ന കേരാപെക്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കേരളത്തിലുള്ള ഫിലാറ്റലിസ്റ്റുകളുടെയും കേരളത്തിന് വെളിയിലുള്ള ഇന്ത്യയിലുള്ള ഫിലാറ്റലിസ്റ്റുകളുടെയും ഒരു സംഗമമാണ് ശരിക്കും കേരാപെക്സ്. ഫിലാറ്റലിസ്റ്റുകൾ കൂടാണ്ട്
സ്റ്റാമ്പ് ശേഖരണത്തിൽ താല്പര്യം തോന്നുന്ന യുവതലമുറയ്ക്കും ചെറിയ കുട്ടികൾക്കും അവരവരുടെ എക്സിബിറ്റ്സ് അവിടെ പ്രദർശിപ്പിക്കാനും അതിലൂടെ സമ്മാനങ്ങൾ നേടാനും ഉള്ള ഒരു വേദി കൂടിയാണ് കേരാപെക്സ്. ഇതിൽ എൻ്റെ കയ്യിലുള്ള ഒരു ഗാന്ധിയൻ എക്സിബിറ്റാണ്. ഇതേപോലത്തെ എക്സിബിറ്റ്സ് അവിടെ പ്രദർശിപ്പിക്കാം. വേണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിലൂടെ സമ്മാനങ്ങൾ നേടാനുള്ളൊരു അവസരം കൂടി കൊച്ചു കൂട്ടുകാർക്കും യുവജനങ്ങൾക്കും ഒക്കെ കിട്ടുന്നു. ഇത് ഒരു എക്സിബിറ്റ് ആണെങ്കിലും കുറച്ചുകൂടി അഭികാമ്യമായൊരു എക്സിബിറ്റ് എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഗ്രാഫ് പേപ്പർ ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റാമ്പുകളും മറ്റും ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യം കൊച്ചു കൂട്ടുകാർക്ക്. ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഓഫ് എക്സിബിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതേപോലത്തെ എക്സിബിറ്റുകൾ ഇതിനകത്ത് പല വിവരങ്ങളാണുള്ളത്. ഇപ്പോൾ ഒരു കുട്ടി വടിയുമേന്തി മഹാത്മജിയെ അങ്ങോട്ട് നയിച്ചു കൊണ്ട് പോവുകയാണ്. ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റിയ അറിവെന്ന് വെച്ചാൽ വിശാലമാണ്. 1998 ഗാന്ധിജിയുടെ 50ാം മരണവാർഷികത്തിൻ്റെ ആ സാഹചര്യത്തിൽ ഇറക്കിയ ഒരു സ്റ്റാമ്പും ഫസ്റ്റ് ഡേ കവറുമാണിത്. ഈ കുട്ടി ഗാന്ധിജിയുടെ പേരക്കുട്ടിയായ കനു ഗാന്ധിയാണ്. അദ്ദേഹം നാസയിലെ ഒരു സയൻറ്റിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഗാന്ധിജിയുമായിട്ട് നടന്നു പോകുന്ന ചിത്രമാണിത്. അപ്പോൾ ഒരു സ്റ്റാമ്പിലെ വിജ്ഞാനം ചെറുതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും ഈ അറിവുകൾ എല്ലാവർക്കും പകർന്നു കിട്ടാൻ വേണ്ടിയും ചരിത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയും നമ്മുടെ പോസ്റ്റൽ വകുപ്പും അതേപോലെ മറ്റ് വകുപ്പുകളൊക്കെ ചേർന്ന് ഒരുക്കുന്ന ഒരു വിശാല വേദിയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന കേരാപെക്സ് എന്ന് പറഞ്ഞ സംഭവം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഏറ്റവും നല്ല രീതിയിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു വിജ്ഞാന വേദിയായിക്കോട്ടെ കേരാപെക്സ് വേദി. കൊച്ചുകൂട്ടുകാരെ നിറഞ്ഞ മനസ്സോടുകൂടെ സ്വാഗതം ചെയ്തോളൂ. താങ്ക് യു ഫോർ കമ്മിങ് സർ. ഇറ്റ്സ് എ പ്ലഷർ. എന്നെപ്പോലെ ഒരു ചെറിയ ഫിലാറ്റലിസ്റ്റിനെ ഇവിടെ വിളിച്ച് സപ്പോർട്ട് ചെയ്ത ഇന്ത്യ പോസ്റ്റിനും കേരള പോസ്റ്റൽ സർക്കിളിനും അതേപോലെ എന്നെ എപ്പോഴും വിളിച്ച് പല കാര്യങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്യാറുള്ള എൻ്റെ കുറേ കഴിവുകൾ പ്രകടിപ്പിക്കാൻ വേദി തന്ന നമ്മുടെ എറണാകുളം ഡിവിഷന് പ്രത്യേക നന്ദി. ഫിലാറ്റലി എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഫിലാറ്റലി താല്പര്യമുള്ളവർക്കും കൂടെ പുത്തൻ അറിവുകൾ ശേഖരിക്കാൻ താല്പര്യമുള്ളവർക്കും കേരാപെക്സ് 2019 ഫിലാറ്റലിക് എക്സിബിഷനിലേക്ക് സ്വാഗതം. നവംബർ 26 മുതൽ 29 വരെ തിരുവനന്തപുരത്ത് വെച്ച്. ഈ ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യരുത്. കം ഗെറ്റ് സ്റ്റാമ്പ്ഡ്.